ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനാണെങ്കിൽ കാർത്തിക ഇങ്ങനെ കാല് കഴുകുന്ന ചടങ്ങുകൊണ്ട് പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞ് കേട്ട് ആകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രകാശനോട് കാർത്തിക പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ എന്തായാലും ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് അല്ലേ, നമ്മുടെ മകനും തുടങ്ങുവാണ്, എൻ്റെ ആങ്ങളെയാണ് അവൻ, അപ്പോൾ അവന് നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുവാണ്. എന്നിട്ട് മനസ്സിൽ പ്രകാശം പറയുന്നുണ്ട്, നീ ഇപ്പം എന്ത് കോപ്പ് പറഞ്ഞാലും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞ് പ്രകാശം പറയാം, മോള് പറയുന്ന പോലെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് മനസ്സോടെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാർത്തിക ലക്ഷ്മീനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പം അമ്മയ്ക്കൊരു കാഴ്ച കാണാം, പിന്നെ അത് കാണാൻ അമ്മയെപ്പോലെ തന്നെ അവിടെ ഒരാളും കൂടി ഉണ്ട്, ദീപ വന്ന കാര്യവും പറയുവാണ് കേട്ടോ. അങ്ങനെ പെൺകുട്ടികളെല്ലാം വേണ്ടി പാദം കഴുകാൻ വേണ്ടി വരുവാണ് ക്ഷേത്രത്തിൽ. അപ്പോൾ തിരുമേനി പ്രകാശനോട് പറയുന്നുണ്ട്, ഭൂമിദേവിയായിട്ട് കണ്ട് പെൺകുട്ടികളോട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞിട്ട് കാല് കഴുകിക്കോളാൻ പറയുവാണ് കേട്ടോ. പ്രകാശനാണെങ്കിൽ മനസ്സോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരതിയൊക്കെ ഒഴിഞ്ഞ് കാലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദീപ ഇതെല്ലാം കണ്ട് അവിടെ അന്തം വിട്ട് നിൽക്കുവാണ്. ദീപ ഓർക്കുന്നുണ്ട്, ഇങ്ങേർക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതെല്ലാം ലക്ഷ്മി വണ്ടിയിലിരുന്ന് മാറിയിരുന്ന് കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പാദം കഴുകിയ വെള്ളം എടുത്ത് പ്രകാശനോട് തിരുമേനിമാർ പറയുകയാണ്, തൻ്റെ മുഖം ഇതിൽ കഴുകണം എന്ന് പറയുകയാണ്. അതും ഒട്ടും വെറുപ്പോ വൈരാഗ്യമോ ഒന്നും മനസ്സിൽ വെക്കാതെ നല്ല ഭക്തിപൂർവ്വം വേണം ചെയ്യാമെന്ന്. അപ്പോഴേക്കും നമ്മുടെ പ്രകാശം മനസ്സിൽ ചിന്തിക്കുക, ഇതൊക്കെ എന്ത് ആചാരങ്ങളാണോ എൻ്റെ ദൈവമേ, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നോർത്ത് ഗതികേടോടുകൂടി പ്രകാശൻ അത് മേടിച്ച് ഇച്ചിരി കൈ പറ്റിച്ച് മുഖത്ത് തൂക്കുവാണ് കേട്ടോ. ഇതോടെ കാണുമ്പോഴേക്കും നമ്മുടെ ദീപയ്ക്ക് ഇങ്ങേരുടെ തലയിൽ ഇനി വല്ലോ കൊട്ടത്തേക്കം വീണോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ദീപയൊക്കെ നമ്മുടെ പ്രകാശം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രകാശൻ ദീപയുടെ മുമ്പ് വെച്ച് എല്ലാവർക്കും 500 രൂപ വീതം ദക്ഷിണ കൊടുത്തിട്ട് പറയുകയാണ്, അപ്പം ശരി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ദീപേനെ ഒരുമാതിരി കളിയാക്കിയ രീതിയിൽ അവിടുന്ന് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ് ദീപ വെളിയിൽ ഇറങ്ങി തൊഴുന്ന സമയത്ത് ലക്ഷ്മി എന്ന് ദീപയെ അറിയാതെ തട്ടുന്ന പോലെ കാണിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ക്ഷമിക്കണം, പരിചയക്കാരിയെപ്പോലെ തോന്നി, അതുകൊണ്ടാണ് തട്ടി വിളിച്ചത് എന്ന് പറയുമ്പോഴേക്കും ദീപ പറയുന്നുണ്ട്, കുഴപ്പമില്ല. ആ സമയത്ത് ഒന്നും അറിയാത്ത പോലെ ലക്ഷ്മി ചോദിക്കുവാണ്, എന്താ ഇവിടെ നടന്നൊരു ചടങ്ങ്, ആ വ്യക്തി ആരാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ദീപ പറയുന്നുണ്ട്, അതെൻ്റെ ഹസ്ബൻഡാ, സ്ത്രീകൾക്കുള്ള പാദപൂജയാണ്, എന്തിനാണ് നടത്തിയെന്നൊന്നും എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ അത്ര ചേർച്ചയിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ദീപ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാർത്തികനെ വിളിച്ചിട്ട് ലക്ഷ്മി ദീപയെ കണ്ട കാര്യവും അയാളെപ്പോലെ ഒരു മുരടൻ്റെ കൂടെ ജീവിച്ച് പാവം അതിൻ്റെ ജീവിതം പോയി എന്നുള്ള കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ കാർത്തികയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. കാർത്തിക ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും കല്യാണീനെയാണ്. പോകാൻ വേണ്ടി കുറേ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്, ഏതാ ഇടണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ കിരൺ അതിൽ നിന്ന് ഓരോന്നോരോന്ന് വെച്ചിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാണ് കേട്ടോ, ഒരു ബ്ലൂ സാരി. എന്നിട്ട് പറയാണ്, ഇതായിരിക്കും മാച്ച്, ഏറ്റവും മാച്ച് ഇത് തന്നെയാണ്, താൻ ഇതിട്ടാൽ മതി എന്നൊക്കെ പറയുവാണ്. ആ സമയത്താണ് ദീപ അമ്പലത്തിൽ പോയിട്ടങ്ങ് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, മോളിന്ന് അമ്പലത്തിൽ വരേണ്ടതായിരുന്നു, ഒരു കിടിലം കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രകാശിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന കിരണും കല്യാണി അന്തം വിട്ടു പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദീപ ചോദിക്കുന്നുണ്ട്, ആരെ മോളെ ഈ ലക്ഷ്മി ഉത്രട്ടാതി, അങ്ങനെ ആർക്കോ വേണ്ടി പുള്ളി അർച്ചന കഴിക്കുന്നത് കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയാം, അയാളിനെ രണ്ടാമത് കെട്ടാൻ പോവുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദീപയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം വരുന്നുണ്ട്. എങ്കിലും ദീപ പറയാണ്, എങ്കിലും എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ മകന് വേണ്ടിയിട്ടായിരിക്കും, ഇപ്പം കൂടിയ കാറിലൊക്കെ അല്ലേ നടക്കുന്നത്, അതൊക്കെ കാണിച്ച് ഏതെങ്കിലും പെണ്ണിനെ വീഴ്ച കാണും, ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ദീപ ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ ഒന്നും മിണ്ടാതെ അങ്ങ് അകത്തോട്ട് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശൻ ഈ മാറ്റം എന്തായാലും കൊള്ളാം എന്നുള്ള രീതി കല്യാണി പറയുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയാം, എന്ത് മാറ്റം, അയാളുടെ മാറിയൊന്നും ആയിരിക്കുമല്ലോ, എന്തേലും മനസ്സിൽ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് രൂപ നമ്മുടെ കല്യാണീനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, മോളെ നാളെ പോകേണ്ടതല്ലേ, മോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രൂപയോട് കല്യാണി പറയുന്നുണ്ട്, അമ്മ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. എന്നിട്ട് കിരണിനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയമ്മയെ വിളിച്ച് അമ്മ എവിടുന്ന് പോകാമെന്നാണ് പറയുന്നത്, പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട, ഇപ്പം തന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ആകെ വിഷമോ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോകുമ്പം മോൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ എനിക്കത് ചിലപ്പം താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയാം, ഇതൊക്കെ കണ്ടിട്ട് നീ ഇനി ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ പിരിയാൻ വയ്യാന്ന് പറഞ്ഞ് പോകാണ്ടിരിക്കുമോ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുവാണ്. അപ്പോൾ കല്യാണി പറയാം, അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.